വരവ് എന്ന ചിത്രം റിലീസ് ചെയ്തു ഒരു ആക്ഷൻ ചിത്രം എന്താണോ അണിയർ പ്രവർത്തകർ പ്രോമിസ് ചെയ്തത് അതുപോലൊരു ചിത്രം, ഒരു ആക്ഷൻ പടം അതാണ് ഉണ്ടായത്. നല്ല നല്ല ഇടികളുണ്ടായിരുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചിത്രത്തിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. എനിക്കതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണയായ ഒരു സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സംവിധായകർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അണിയർ പ്രവർത്തകർ ചെയ്യുന്നത് ആ റിവ്യൂവേഴ്സിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾ സിനിമ കാണുക എന്നൊക്കെ വിളിച്ചൊരു പത്രസമ്മേളനം വിളിക്കുക, അങ്ങനെ സംസാരിക്കാനൊക്കെയാണ് ഇവിടെ പല സംവിധായകരും അണിയർ പ്രവർത്തകരും ശ്രമിക്കുന്നത്. ബട്ട് ഷാജി കൈലാസ് ഇസ് ഡിഫറെൻറ്റ്, വെരി വെരി ഡിഫറെൻറ്റ്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഈ ഷാജി കൈലാസിന് മകൻ ഒരു യൂട്യൂബ് ബ്ലോഗുണ്ട്. അദ്ദേഹം ഷാജി കൈലാസിന് മുന്നിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ റിവ്യൂസിൻ്റെ നെഗറ്റീവ് ഭാഗങ്ങൾ ഉൾപ്പെടെ സംവിധായകനായ ഷാജി കൈലാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ റിവ്യൂസിന് എന്താണ് സംവിധായകൻ ഷാജി കൈലാസിൻ്റെ മറുപടി എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതി, വിച്ച് ഇസ് എ വെരി ഹെൽത്തി കോമ്പറ്റീഷൻ. എനിക്കത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അസഹിഷ്ണുതയില്ലാതെ ഇത്രയും വർഷത്തെ ബ്രാൻഡ് ഡയറക്ടർ ഓഫ് മോളിവുഡ് വന്നിട്ട് ആ റിവ്യൂവേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നതും റിവ്യൂസിന് മനസ്സിലായില്ലെങ്കിൽ അത് കുഴപ്പമില്ല, അടുത്ത പടത്തിൽ ഞാൻ ഇതിലും ശക്തമായി വരുമെന്ന് സംവിധായകൻ പറയാനുള്ള ആർജവമുണ്ടല്ലോ, വിച്ച് ഹാസ് ടു ബി അപ്ലോഡഡ്. ഇന്നത്തെ മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പടം എടുത്തുകൊണ്ട് വരുന്ന ഒരു പുതിയ സംവിധായകർ, അവർക്ക് അവരുടേതായ എഫേർട്സ് ഉണ്ട്, മാനിക്കുന്നു, ശരിയാണ്. അവർക്ക് പോലും ഇല്ലാത്ത അസഹിഷ്ണുത ഇത്രയും വർഷങ്ങളായിട്ട് ഈ സിനിമാ മേഖലയിൽ ഏറ്റവും പ്രൈം ഡയറക്ടറായ ഷാജി കൈലാസ്, ഓക്കെ വരവ് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഐ അക്സെപ്റ്റ് ഇറ്റ്. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അതാണ് സിനിമ. പക്ഷേ അതിൽ അസഹിഷ്ണുത കാണിക്കാതെ ആ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂവിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് മറുപടി കൊടുക്കുന്ന ഷാജി കൈലാസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് ന്യൂ ടു ദി ഐസ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിനെ തന്നെ ട്രോളുന്നുണ്ട്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം യശ്വന്ത് കോക്ക് അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ധ്രുവം പോലൊരു സിനിമ എടുക്കാനാണ് AK സാജനോട് ഷാജി കൈലാസ് ആവശ്യപ്പെട്ടതെന്ന് ഈ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് ഷാജി കൈലാസ് പറഞ്ഞു. അത് കോട്ട് ചെയ്തുകൊണ്ടാണ് അശ്വന്ത് കോക്ക് പറയുന്നത്, ധ്രുവം പോലൊരു സിനിമ എടുക്കണമെന്ന് ഷാജി കൈലാസ് പറഞ്ഞു, പക്ഷേ എടുത്തു വന്നപ്പോൾ അത് ശവമായി എന്നത് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിൽ ഒരു പരാമർശമാണ്. അത് കേട്ട് ഷാജി കൈലാസോട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക്, സിനിമ ഇസ് ഓൾ അബൌട്ട് ഹാർഡ് വർക്ക്, എല്ലാവരുടെയും ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ, ഹി ഡസൻറ്റ് നീഡ് ടു പ്രൂവ് ഹിംസെൽഫ്. ഷാജി കൈലാസിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ടു ബി വെരി ഓണസ്റ്റ്. അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ തന്നെ മതി, ഇല്ലേ? ഷാജി കൈലാസ് ഇപ്പോൾ 2026 വന്നൊരു സിനിമ എടുത്തിട്ട് ഞാൻ ഷാജി കൈലാസ് ആണ്, ഞാൻ ഇങ്ങനൊരു സിനിമ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഷാജി കൈലാസിന് സംവിധാനം ഇല്ല. അദ്ദേഹം ഇനി ഒരു സിനിമ എടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രഫി സേസ് ഹൂ ഹി ഈസ്, അല്ലേ? അപ്പോൾ അതുപോലൊരു സംവിധായകൻ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകൻ പുതിയ കാലഘട്ടത്തിലെ റിവ്യൂവേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ സന്തോഷം തോന്നി. നെഗറ്റീവ് ആണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി നെഗറ്റീവ് സ്വീകരിച്ച് അടുത്ത പടത്തിൽ ഗംഭീരമാക്കുമെന്ന് ഷാജി കൈലാസിൻ്റെ വാക്കുകൾ ഒരു പുതിയ സംവിധായകർക്കോ മറ്റ് സംവിധായകർക്കോ ഒരു പാഠമാണ്, ഒരു ലെസണാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്സ്, കറക്റ്റ് ദം ആൻഡ് ബ്രിങ് യുവർ ബെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് മൂവി എന്ന് ഷാജി കൈലാസ് ഇവിടെ പറയുമ്പോൾ ഇറ്റ്സ് എ ലെസൺ ടു അതർ ഡയറക്ടേഴ്സ്. അസഹിഷ്ണുത കാണിക്കുന്ന മറ്റ് സംവിധായകരോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചോറാണ്, ഞങ്ങളുടെ ഇതാണ്, ഓക്കെ നിങ്ങളുടെ ചോറാണ്, നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഉണ്ണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങാം. നിങ്ങളതൊരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാകണമെന്ന് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. ലെറ്റ് ഇറ്റ് ബി ദ ഗ്രേറ്റ് നോളൻ ഓർ ലെറ്റ് ഇറ്റ് ബി എനിവൺ എൽസ്. പക്ഷേ മെജോറിറ്റി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അടുത്ത പടത്തിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് എത്ര സംവിധായകർക്കോ പറയാൻ ഇവിടെ ധൈര്യമുണ്ട്. ഷാജി കൈലാസിന് പോലൊരു സംവിധായകൻ ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് ഇനി അടുത്ത സിനിമയും കിട്ടും. അദ്ദേഹം വിളിച്ച പ്രൊഡ്യൂസർമാർ വരും. അത് അദ്ദേഹത്തിനും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിവ്യൂസിനെ ട്രീറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും എനിക്കും ഈ സിനിമയെ പറ്റി 2 അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ 2 അഭിപ്രായത്തെക്കാളുമൊക്കെ ഉപരി ഈ സംവിധായകൻ അത് എടുത്ത രീതി, ഹീസ് നോട്ട് ജസ്റ്റ് എ മാസ്റ്റർ ഇൻ ഹിസ് ക്രാഫ്റ്റ്. അതിന് മാത്രമല്ല പുള്ളി ഇങ്ങനെയും കൂടിയൊക്കെ റോൾ മോഡലായി മാറുന്നുണ്ട്, വിച്ച് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് പറയാതിരിക്കാൻ വയ്യ. അതൊന്നും നമ്മളിങ്ങനെ കാണാറുള്ള കാഴ്ചയല്ല. വളരെ പേഷ്യൻ്റായിട്ട് നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കി അടുത്തത് തിരുത്തിക്കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് സംവിധായകനാണ്, ഇല്ലേ? ആ എക്സ്പീരിയൻസ് സംവിധായകൻ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും അതൊരു ലൈറ്റായി, ഒരു ടോർച്ച് ബെയറായിട്ട് ഷാജി കൈലാസ് മുന്നിൽ നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ള സംവിധായകർക്കും അണിയർ പ്രവർത്തകർക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പലരും റിവ്യൂവേഴ്സിൻ്റെ തലയിലോട്ട് കൊണ്ടിടുന്നുണ്ട് ഈ സിനിമ മോശമാവാൻ കാരണം റിവ്യൂവേഴ്സാണ്, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സിനിമയ്ക്ക് ആൾ കയറാത്തത്. അല്ല, ഇഫ് യർ പ്രോഡക്റ്റ് ഇസ് ഗുഡ് വരും. ഇവിടെ എത്രയോ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ് എത്രയോ സിനിമകൾ മികച്ച സിനിമകളാക്കി മാറ്റി 300-200 കോടി ക്ലബ്ബിൽ കയറിയ സിനിമകളില്ലേ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ഉദാഹരണങ്ങൾ. സോ റിവ്യൂവേഴ്സ് ആർ നോട്ട് ദ പ്രോബ്ലം, ദ മൂവി ഈസ് ദ പ്രോബ്ലം.
ആ മൂവി ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്റേക്ക് ആൻഡ് കം ബാക്ക് സ്ട്രോങ്ലി ഓൺ ദ നെക്സ്റ്റ് ഫിലിം. അത് തന്നെയാണ് ഷാജി കൈലാസും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.